ഹലോ, നമുക്ക് എന്താണ് പോക്സോ ഭേദഗതി നിയമം 2019 എന്ന് നോക്കാം. ആദ്യം എന്താണ് പോക്സോ നിയമം? ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ഈ ക്വസ്റ്റ്യൻ 2024 കാറ്റഗറി നമ്പർ 059 അസിസ്റ്റന്റ് കമ്പൈലർ എന്ന എക്സാമിന് ചോദിച്ചതാണ്. പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് ഏതാ ആൻസർ? ഓപ്ഷൻ എ 14 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും, 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. ഏതാ ആൻസർ? ഡി, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. എന്നാൽ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കപ്പെടുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇതാദ്യം അറിഞ്ഞിരിക്കണം. പോക്സോ ആക്ട് 2012 ആദ്യം വന്നത്. പോക്സോ ആക്ട് 2012 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14 പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും നിയമത്തിന് മുന്നിൽ കുട്ടിയാണ്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ആർക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ആർക്കും കഴിയും. മാതാപിതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചൈൽഡ് ലൈൻ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, സ്കൂൾ അതോറിറ്റി, ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാം. പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് ആർക്കെല്ലാമാണ്? ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് ലൈൻ. ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1098. സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത് പഠിച്ചോളണം. പിന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പോക്സോ ഭേദഗതി നിയമം 2019. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനൊപ്പം ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തു. ഈ ബിൽ എവിടെയാണ് ആദ്യം അവതരിപ്പിച്ചത്? രാജ്യസഭയിലാണ്. ആരാ അവതരിപ്പിച്ചത്? സ്മൃതി സുബിൻ ഇറാനി, കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. പോക്സോ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24. അതിനുശേഷമാണ് ലോക്സഭയിൽ പാസാക്കിയത്. പോക്സോ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1. ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5. ഈ ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയ സെക്ഷനുകൾ ഏതൊക്കെയാണ്? സെക്ഷൻ 2, 4, 5, 6, 9, 14, 15, 34, 42, 45. പോക്സോ ഭേദഗതി നിയമ ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. 2019 ഭേദഗതിയിലൂടെയാണ് വധശിക്ഷ പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയത്. താങ്ക് യു.